നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 3 മാസം പ്രായമുള്ള അത്ഭുതമാണ് ദേ ഈ കിടക്കുന്നത്. ഒരു മിസ്കാരേജിനും ഒരു എക്ടോപിക് പ്രഗ്നൻസിക്കും ശേഷം എനിക്കിനിയും കുഞ്ഞുങ്ങളുണ്ടാകുമോ എന്നുള്ള ഭയങ്കരമായ പേടി എന്നെ വല്ലാതെ അലട്ടിയപ്പോൾ 1 വർഷം എൻ്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു എന്ന് തീരുമാനിച്ച് ഞാൻ ജോലി റിസൈൻ ചെയ്തു. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ പരിശ്രമിക്കുകയും ചെയ്തു. ഒരു ദിവസം ഒറ്റയ്ക്കെന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം ഞാൻ ബൈബിള് തുറന്നപ്പോൾ അതിൽ കിട്ടിയ ഭാഗം വായിച്ച് എൻ്റെ ശരീരം മൊത്തത്തിലൊന്ന് കുളിരുകോരി. ഞാൻ കരഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് മുന്നറിയിപ്പ് കിട്ടിയതുപോലെ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി. എങ്കിലും പഴയ 2 അനുഭവങ്ങൾ കൊണ്ട് ഇത്തവണ എനിക്ക് സന്തോഷിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് ആ ഒരു പ്രഗ്നൻസി നിലനിർത്താനുള്ള ശ്രമങ്ങളായിരുന്നു. ആഴ്ചതോറുമുള്ള ഹോർമോൺ ഇഞ്ചക്ഷനും തുടർന്നുള്ള ബ്ലീഡിങ്ങും പിന്നെ നാട്ടിലേക്കുള്ള വരവും കുറയുന്ന BP-യും ഉറക്കമില്ലാത്ത രാത്രികളും ലിവറിൻ്റെ ഫംഗ്ഷൻ മൊത്തത്തിൽ അവതാളത്തിലായുള്ള ചൊറിച്ചിലും എല്ലാം എന്നെ അലട്ടുമ്പോഴും എനിക്കെന്തു വന്നാലും എൻ്റെ കുഞ്ഞിനൊന്നും വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 37 ആഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞിനെ പുറത്തെടുക്കാതെ വേറെ വഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. 36ാമത്തെ ആഴ്ചയിലെ PVക്ക് ശേഷം തന്നെത്താനെ വാട്ടർ ബ്രേക്കായി. പിന്നീട് സംഭവിച്ചതെല്ലാം അത്ഭുതങ്ങളായിരുന്നു. മനുഷ്യന്റെ ഇടപെടലുകൾക്ക് അതീതമായ ചില അത്ഭുതങ്ങൾ. 4 മണിക്കൂറോളം പ്രസവവേദന സഹിച്ച് അങ്ങനെ ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് എൻ്റെ ജിയക്കുട്ടി എൻ്റെ കൈകളിലേക്ക് എത്തി. കാർമേഘം മൂടി എൻ്റെ ആകാശത്ത് ഒരു മഴവില്ല് പോലെ അവൾ തെളിഞ്ഞു നിൽക്കുന്നു.